റേഞ്ച് കിട്ടുന്നില്ല. ഹലോ ഹലോ, സാർ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ ശരി, നാളെ കാണാം. ആ സുജാതെ, എന്താ സാർ? ഒരു മിനിറ്റ്. എന്താ സാർ? തനിക്ക് വന്നേ. കയ്യിൽ നോക്കി പ്രണയം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാ വിചാരം. ഞാനിതൊക്കെ എത്ര കണ്ടതാ. പ്രിയപ്പെട്ട സുജാതെ, ഞാനൊരു സ്പീം, നീ ഒരു സെയിം ആണെങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. ഞാൻ നിന്നെ ഹൃദയം തുറന്ന് സ്നേഹിക്കുക. എൻ്റെ തെറ്റ എനിക്കറിയാത്തതാണോ ഈ മനസ്സ്? എത്രയോ കാലമായി എൻ്റെ ഉള്ളിൽ അങ്ങോട്ടുള്ള പ്രണയം ഞാൻ അടക്കി വച്ചിരിക്കുന്നു. ഇനി എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. എൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. എനിക്കിപ്പോൾ ഊണും ഉറക്കവുമില്ല. നിന്നെ ഓർത്ത് എൻ്റെ ഹൃദയം വിഭ്രഞ്ചിക്കുന്നു സുജാതേ. I love you, Sujata. I love you too. ഓ എന്തൊരു പ്രണയം! പ്രണയം എന്ന് വെച്ചാൽ ഇതാവണം. പരിസരം പോലും മറന്ന് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്ന് പരസ്പരം സ്വപ്നങ്ങൾ കൈമാറുന്ന യുവമിഥുനങ്ങൾ. ഈശ്വര, ഞാൻ ഈ കഥയിൽ റീഎൻട്രി നടത്തിയത് എത്ര കൃത്യസമയത്താണ്. 4 കാശുണ്ടാക്കാൻ ഇതുപോലൊരവസരം വേറെ ഇല്ല. ശരി സർ. എൻ്റെ ഈശ്വര, ഇന്നത്തെ ടാർഗറ്റ് ഒരുവിധം അച്ചീവായി. നാളെയും ഇങ്ങനെ തന്നെ പൊലിപ്പിച്ചേക്കണേ ദൈവമേ. നാളെ കാണാം. ബൈ. ആ സുജാത പറ. ചേടാ, ഇവിടെ അട്ട പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കുകയാണല്ലോ. സാറേ, ഒരബദ്ധം പറ്റി. എന്താടോ? ഞാൻ വാങ്ങിച്ചു വെച്ച പച്ചക്കറി കിറ്റ് വണ്ടിയിൽ വെച്ച് മറന്നുപോയി. അയ്യോ, ആ അതിവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സാറേ, ഒരു ഉപകാരം ചെയ്യോ? നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ഞങ്ങളിവിടെ നമ്മുടെ പ്രാവൻകൂട് ജംഗ്ഷൻ കഴിഞ്ഞു. ഒരു 2 മിനിറ്റ് വണ്ടി എവിടെ നിന്ന് നിർത്തിയിട്ടാ ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. വേണ്ടോ? താനെവിടെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുതരാം. അയ്യോ വേണ്ട സർ, സാറ് ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് എത്തിക്കോളാം. എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾ അങ്ങോട്ട് വരാന്ന്. താൻ ആ കാറിൻ്റെ ലൊക്കേഷൻ അയച്ചേര്. ഓക്കെ സർ. രാജേഷേ സാർ, താനാ വണ്ടി ഒന്ന് തിരിച്ചുവിട്. ശരി സാർ. സുജാത വാങ്ങിച്ച പച്ചക്കറി കിറ്റ് ഈ വണ്ടിയിലായിപ്പോയി. ചുറ്റക്കളിയാണ്. ലൊക്കേഷൻ അതിനകത്തുണ്ട്. എടോ നമ്പേരെ, ഇതങ്ങ് ആ മേഡത്തിന് കൊടുക്കും. അല്ല,
മാഡം വന്ന് എടുത്തോണ്ട് പോകില്ലേ സാർ? എടോ ഞാൻ പറഞ്ഞ താനങ്ങ് അനുസരിച്ചാൽ മതി. ഇത് കൊണ്ട് കൊടുറോ. സാർ പിടിക്കേ. ചെല്ലടോ. ഓ ഇതാ മാഡം. ആ താങ്ക് യു. വലിയ ഉപകാരം സർ. ശരി ശരി. ആ ശരി.